ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വോയിസ് ഓഫ് റോസിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. RC പരിവാഹൻ സോഫ്റ്റ്വെയറിൽ നിന്ന് എങ്ങനെ പ്രിൻ്റ് എടുക്കാം എന്നുള്ളത്. അതിനെ തുടർന്നുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. അപ്പം ഈ വീഡിയോ മുഴുവൻ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം, മറ്റുള്ളവർക്ക് കൊടുക്കുകയും വേണം. അപ്പം പുതിയ പുതിയ നിയമങ്ങളും പുതിയ പുതിയ കാര്യങ്ങളുമായി നമ്മൾ തുടങ്ങുകയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് RC ഡിജിറ്റൽ ആയിട്ട് പ്രിൻ്റ് എടുക്കുന്നത് കൊണ്ട് കേരള, കർണാടക, തമിഴ്നാട്, കേരളത്തിൽ അത് മതി, കർണാടക, തമിഴ്നാട്, മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്നവർക്ക് അവിടുത്തെ RTOമാർ ഫൈൻ കൊടുക്കുന്നുണ്ട് എന്നൊരു വാർത്തയും ആ ഫൈനിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് പലരും നമുക്ക് അതിൻ്റെ തന്നേക്കുന്നത്, പരാതി തന്നേക്കുന്നത്. അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അപ്പം അതിൽ ബന്ധപ്പെട്ട് വരാം. ഫിസിക്കൽ RC നൽകുന്നില്ലെങ്കിൽ, അടുത്തൊരു ചോദ്യം കൂടെ ഒരാൾ ചോദിച്ചിരുന്നു, ഫിസിക്കൽ RC നൽകുന്നില്ലെങ്കിൽ അതിന് മേടിച്ച തുക അതല്ലെങ്കിൽ തിരിച്ചു നൽകുമോ RTO ഓഫീസിൽ നിന്നും ചോദിച്ചിരുന്നു. ഈ 3 ചോദ്യത്തിനുള്ള ആൻസറുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത്. ആദ്യം നമുക്ക് ഫിസിക്കൽ RCയുടെ പേയ്മെന്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അത് തിരിച്ചു തരില്ല എന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ. അങ്ങനെ നിങ്ങൾക്ക് ഫിസിക്കൽ RC വേണമെങ്കിൽ കൺസേൺഡ് RTO ഓഫീസിൽ നിങ്ങൾക്ക് RTOയ്ക്ക് ഒരു ലെറ്റർ കൊടുക്കാം, എനിക്ക് ഫിസിക്കൽ RC പ്രിൻ്റ് ഔട്ട് ചെയ്ത് തരണം, ഞാൻ ഈ പേയ്മെൻറ്റുകൾ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് അവർ അത് തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി അയക്കാം. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കത് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. കർണാടകത്തിൽ പോയിട്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വണ്ടി കൈ കാണിച്ചിട്ട് ഡിജി ലോക്കറിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന RC കാണിച്ചാലും അവർക്ക് പറ്റില്ല. പ്രിൻ്റ്, അതായത് ഓൺലൈനിൽ പ്രിൻ്റ് എടുത്ത് RC കാണിച്ചിട്ടും അവർ സമ്മതിക്കുന്നില്ല, ആന്ധ്ര, കർണാടക എന്നീ RTOമാർ. അപ്പം അതിന് എന്താ പ്രതിവിധി എന്നുള്ളതാണ് അവർ പലരും ചോദിച്ചിരിക്കുന്നത്. അതിന് കൃത്യമായി മറുപടി ഞാൻ പറഞ്ഞുതരാം. സുപ്രീം കോടതി 250/11/2012 രാകേഷ് ഖാൻ വെസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ORS എന്ന് പറയുന്ന ഒരു കോടതി വിധി, സുപ്രീം കോടതിയുടെ വളരെ പ്രധാനമായ ഒരു വിധി വന്നിട്ടുണ്ട്. നമ്മുടെ പരിവാഹനിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഡിജി ലോക്കറിൽ സൂക്ഷിക്കുന്ന ആധാരങ്ങൾ എല്ലാം തന്നെ ഒറിജിനലുമായിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളത്. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളെടുത്ത് ഒറിജിനൽ ഡിജി ലോക്കറിൽ നിന്ന് കാണിക്കുന്നതോ അല്ലെ പ്രിൻ്റ് എടുത്ത് കാണിക്കുന്നതോ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരെടുത്ത് കൃത്യമായി ആദ്യം കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനെ കോടതി ഉത്തരവുണ്ട്, അത് ബേസ് ചെയ്തിട്ട് നോർത്ത് സെൻട്രൽ ഗവൺമെൻറ്റും ഒരു സർക്കുലറും ഇറക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. മോർത്ത് നോട്ടിഫിക്കേഷൻ നമ്പർ RT 11036/64/2017 MVL ഡേറ്റഡ് 8 നവംബർ 2018. അതിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ആ സർക്കുലറിൽ ഡിജി ലോക്കറിൽ, അതായത് DL എന്ന് പറയുന്നത് തന്നെ ഡിജി ലോക്കർ, മോട്ടോർ വെഹിക്കിൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതിനകത്ത് സേവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് വരുന്ന ഡോക്യുമെന്റ്സ് എല്ലാം വാലിഡ് ആണ് എന്ന് പറയുന്നതാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ നിങ്ങളോട് RC ചോദിക്കുന്ന ബഹുമാന്യരായ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരാ, പോലീസുകാരാ, അവരുടെ അറിവ് ശേഖരത്തിലേക്ക് ഈ വിവരങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാവും നിങ്ങളോട് ഇത്തരത്തിൽ ചോദിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ അവരുടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, രമ്യതയിൽ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. രമ്യതയിൽ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് അവരുടെ ജോലിയിൽ ബാധിക്കുന്ന രീതിയിലേക്ക് പോയേ പറ്റുള്ളൂ. അത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം നമ്മൾ എപ്പോഴും രമ്യതയിൽ കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇതിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മെയിൽ ID ഇതിനകത്ത് കൊടുക്കാം. ആ മെയിൽ IDയിലോട്ട് നിങ്ങളെ കമൻസും കാര്യങ്ങളും ഇടാം. ഈ വീഡിയോയ്ക്ക് ശേഷം മോർത്തിൻ്റെ ആയാലും സുപ്രീം കോർട്ടിൻ്റെ ഓർഡർ നമ്പറുകളും ഡീറ്റെയിൽസും ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് ശേഷം ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്തു നിന്ന് അന്യ സംസ്ഥാനത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അവർക്കൊക്കെ ഷെയർ ചെയ്യുക. കണ്ട് ഇഷ്ടപ്പെട്ട് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് എനിക്കുറപ്പുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക് യു.